ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഓറിഗാമി ക്രാഫ്റ്റ് ആണ്. ഇതൊരു പേപ്പർ കൊണ്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഇപ്പോൾ നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്യണം. ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഈ സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ നല്ലപോലെ പ്രസ് ചെയ്താലേ നമുക്ക് എല്ലാം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാം, അല്ലാതെയും കട്ട് ചെയ്യാം. ഇനി നമ്മളത് ഫോൾഡ് ചെയ്യണം. നല്ലപോലെ ഫോൾഡ് ചെയ്യണം. പിന്നെ അതിൻ്റെ എഡ്ജസ്റ്റ് എല്ലാം കറക്റ്റ് ഇതായിരിക്കണം. ഇനി അതിൻ്റെ ആ നടുക്കത്തെ ലൈൻ വെച്ചിട്ട് നെക്സ്റ്റ് പേപ്പറും കൂടെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതേ മോഡലിൽ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യണം. ഇനി അത് തിരിച്ച് വെച്ചിട്ട് ഇതേ മോഡലിൽ തന്നെ ചെയ്യണം. നല്ലപോലെ പ്രസ് ചെയ്താലേ ശരിയാവും. കണ്ടോ? ഇപ്പം നമുക്ക് 2 ലൈൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നോക്കി 3 ലൈൻസ്. ഇനി നമ്മൾ ഫോൾഡ് ചെയ്യണം, ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട്. അപ്പം നമുക്ക് 3 ലൈൻസ് കാണാം അവിടെ. അപ്പോൾ ആ 1 ലൈനിൻ്റെ ആ ഒരു എഡ്ജ് വെച്ച് നമ്മളിങ്ങനെ ഇതേപോലെ ചെയ്യണം. കണ്ടോ? ഈ പോർഷൻ ഇച്ചിരി പാടാന്ന് തോന്നുന്നു. എനിക്കൊരിച്ചിരി പാടായിരുന്നു. കണ്ടോ? ഇതേപോലെ തന്നെ ചെയ്യണം. എന്നിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഈ കാണിക്കുന്ന തൊട്ട് ഫോൾഡ് ചെയ്യണം. എൻ്റെ എഡ്ജസ് എല്ലാം ഇതായിരിക്കണം. എൻ്റെത് കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഈ കാണിക്കുന്ന തൊട്ട് മടക്കി വെക്കണം. എന്നിട്ട് ഇതേപോലെ ചെയ്യണം. ഞാൻ ആദ്യം ചെയ്തത് കറക്റ്റായിരുന്നു, പക്ഷേ എനിക്ക് ഡൗട്ട് കാരണം ഞാൻ വീണ്ടും ഒന്ന് വേറെ രീതി മടക്കിയായിരുന്നു. പിന്നെ ഒന്ന് ചെയ്ത് നോക്കി. പിന്നെ ഇപ്പം ചെയ്തതും കറക്റ്റായിരുന്നു. എന്നിട്ട് ആ മൂക്ക് ഭാഗം ആ ഭാഗം തറയിലോട്ടൊന്ന് മടക്കി കൊടുക്കണം. ഞാൻ മടക്കാൻ മറന്നുപോയി. ഞാൻ ഇപ്പം മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇരിക്കും. ഞാൻ ഈ പോർഷൻ ഒരിച്ചിരി പാടായിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇതേപോലെ ചെയ്യണം. ഈ മടക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ കണ്ടുപിടിച്ചതാണ്. ഇതേപോലെ ഇതൊരിച്ചിരി പാടാം, അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ഫോൾഡ് ചെയ്ത് നൂത്ത് കഴിയുമ്പോൾ അവിടെ ഒരു ലൈൻ കാണാം. ആ ലൈൻ വെച്ച് പുറയിലോട്ടും മടക്കണം. കണ്ടോ? നോക്കുമ്പോൾ ഇതേപോലെ കിട്ടും. ഇതാണ് കാല്. എനിക്ക് ഒരിച്ചിരി അങ്ങോട്ട് ഇത് തോന്നാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരിയും കൂടെ ഫ്രണ്ടിലോട്ട് വെച്ച് മടക്കുവാണ്. ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കട്ടെ. നേരത്തെ ചെയ്തോട്ട് തന്നെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങോട്ട് ശരിയാവാത്തതുകൊണ്ട് നമ്മൾ 2 മടക്കിയതിൻ്റെ നടുക്കത്തെ ലൈൻ വെച്ച് ഞാൻ മടക്കി. ഇപ്പം ശരിയായെന്ന് തോന്നുന്നു. ഇപ്പോഴും ശരിയായില്ല. ഇപ്പം ശരിയായി. പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ ലെഗ് വരുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് വേണം ആ ലെഗ് ഇരിക്കാൻ, എന്നാലേ അതിൻ്റെ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. കണ്ടോ? ഇപ്പോഴും നല്ല പ്രസ് ചെയ്ത് ചെയ്യണം. ഇനി എന്തുവാ
ഇനി കാലിൻ്റെ ഒരു ഭാഗമുണ്ട്, കാലിൻ്റെ അല്ല, ഈ റാബിറ്റിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ കർവ്ഡ് ആയിട്ടില്ലേ, ആ ഭാഗം ഉണ്ടാക്കണം. ഇപ്പം ഞാൻ ആ മേളിൽ ചെയ്തത് തെറ്റാണ്, അത് ഉള്ളിലോട്ടാണ് മടക്കണേ. ഞാൻ മടക്കിയായിരുന്നു, പക്ഷേ ഇപ്പം ഇങ്ങനെ ചെയ്ത് പിന്നെ എനിക്ക് മനസ്സിലായത് എനിക്ക് മടക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ചെയ്തിട്ട് മടക്കുമ്പോൾ സിമ്പിളായിട്ട് മടക്കാം. ആ തറയും മടക്കിയ കൂട്ട് തന്നെ മേളിലും മടക്കണം. കണ്ട, ഇനി സാധനം ഞാനാണെങ്കിൽ ആ സ്റ്റേബിളായിട്ട് നിൽക്കാത്തത് ആ ബാക്കിൽ ഞാൻ അങ്ങനെ മടക്കിക്കൊണ്ടാണ്. ഇനി നമുക്ക് ചെവി ചെയ്യാം. ചെവി കണ്ട, അപ്പോൾ നമ്മൾ ചമക്കി കൊടുക്കണം. ഇതിനകത്ത് ടേപ്പ് യൂസ് ചെയ്യത്തില്ല, എന്നാലും ഞാൻ ടേപ്പ് യൂസ് ചെയ്യുവാണ്. എനിക്കതുകൊണ്ട് കണ്ടപ്പോൾ ഒരു ഇത് തോന്നുന്നില്ല, വൃത്തിയായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ടേപ്പ് ഒട്ടിക്കുകയാണ്. ശരിക്കും ടേപ്പ് ഒട്ടിക്കത്തില്ല. പിന്നെ ചെവി നോക്കിയപ്പോൾ അങ്ങോട്ട് ഒരു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതെന്ത് ചെയ്ത് കത്രി വെച്ചൊരിച്ചിരി കണ്ടിച്ചു വിടാൻ വിചാരിച്ചു. ഇനി നമുക്ക് 2 കാര്യം കൂടെ ഉണ്ട്, കണ്ണും വായും. അപ്പം നമ്മൾ 2 സൈഡിലും വരയ്ക്കുമ്പോൾ വ്യത്യാസം വേണം. ഇപ്പം ഞാൻ ഈ സൈഡ് വരച്ചപ്പോൾ ഓവൽ ഷേപ്പിലാണ് വരച്ചത്. ഇനി അപ്പുറത്തെ സൈഡിൽ വരയ്ക്കുവാണെങ്കിൽ റൗണ്ട് ഷേപ്പിലേ വരയ്ക്കാവൂ. സെയിം ആയിരിക്കരുത് 2 കണ്ണും. ഇനി നമ്മൾ വായും വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് കറക്റ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു വര ഇട്ട് കൊടുക്കുന്നുണ്ട് പെൻസിൽ വെച്ചിട്ട്. പേന വെച്ചൊന്നും വരയിടരുത്.